പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ഇടപെടലിനും ശക്തമായ സംരക്ഷണത്തിനും അങ്ങ് നൽകുന്ന സഹായത്തിനു വേണ്ടി കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ ദിവസത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. കർത്താവ്, ഈ മക്കളുടെ ജീവിതത്തില് വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളില് അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. കർത്താവ്, ഞങ്ങളോട് വലിയ കരുണ തോന്നണമേ. ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകള്, വീഴ്ചകള്, അങ്ങയുടെ വചനമനുസരിക്കാതെ പോയത്, അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പല പല പ്രശ്നത്തിന്റെ പിന്നിലുള്ള കാരണങ്ങളാണ് കർത്താവ് ഈ തെറ്റുകളും വീഴ്ചകളൊക്കെ. അതെല്ലാം ഓർത്ത് അനുതപിച്ചുകൊണ്ട് അങ്ങയിലേക്ക് തിരിയുവാനും അങ്ങയുടെ കരുണ സ്വന്തമാക്കി എടുക്കുവാനും കർത്താവെ, അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെ എല്ലാവരെയും പോലെ വചനമനുസരിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിതം ധന്യമാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളില് മാതാപിതാക്കൾക്ക് നമുക്ക് പറ്റിയ ചില തെറ്റുകൾ അല്ലെങ്കിൽ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വന്ന പല പല ദുരന്തങ്ങള്, തകർച്ചകള്, പ്രതിസന്ധികള്, ഒത്തിരി പ്രശ്നങ്ങള് നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ തലമുറയിലും കടന്നു വന്നിട്ടുണ്ട്. ആ മേഖലയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു വീഴ്ച ഇനി നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കൂടി നമ്മൾ കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വീഴ്ചയുടെ, ഒരു തോൽവിയുടെ മേഖല മക്കളില്ലാതെ പോയ ഒരു തോൽവിയാണ്. ദൈവമായ കർത്താവ് തന്റെ മക്കൾക്ക് ജന്മം നൽകിയിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന് 28-ാമത്തെ വചനം പറയാണ്, സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ. കർത്താവ് പറഞ്ഞ കാര്യമാണ്, സന്താന പുഷ്ടി ഉള്ളവരായിട്ട് പെരുകണം. ആ അവസ്ഥയിൽ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം പറഞ്ഞ വചനം അനുസരിച്ച് ആ ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് നമ്മൾ ജീവിച്ചാൽ അവിടെ ദൈവം ഉണ്ടാവും. കാരണം വചനം ദൈവമാണ്. വചനം അനുസരിച്ച് വചനത്തെ ചേർത്ത് പിടിക്കുന്നവന്റെ കൂടെ വചനമായ ദൈവമുണ്ട്. അതുകൊണ്ട് അവനെ തോൽപ്പിക്കാനോ അവനെ തടസ്സപ്പെടുത്താനോ അവനെ നശിപ്പിക്കാനോ ഈ ലോകത്തില് ആർക്കും പറ്റത്തില്ല. അവന്റെ കൂടെ വചനമുണ്ട്, ദൈവമുണ്ട്. അവിടെ ഈ വചനം പറയാണ്, സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞാൽ ആ വചനം അനുസരിച്ച് ഒരു ജീവിതം കുടുംബത്തിൽ കാണണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജെറമ്യാ പ്രവാചന പുസ്തകത്തില് ആ ജനം പ്രവാസത്തിലായിരിക്കുമ്പോ ദൈവമായ കർത്താവ് ജനത്തോട് പറയാ, 29-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം എന്താ പറയുന്നേ? എന്താ പറയാ? സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ, നിങ്ങൾ വിവാഹം കഴിക്കുവിൻ, നിങ്ങൾക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങളുടെ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം പറഞ്ഞ കാര്യമാണ്, സന്താന പുഷ്ടിയുള്ളതായിട്ട് പെരുകുക, നിങ്ങൾ വിവാഹം കഴിക്കുക, മക്കൾക്ക് ജന്മം കൊടുക്കുക. അങ്ങനെ ഒത്തിരിയേറെ മക്കളുള്ള ഒരു ജീവിതത്തിലേക്ക് കുടുംബങ്ങൾ വരണം. നമ്മളൊക്കെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളിച്ചത് മക്കൾക്ക് ജന്മം കൊടുക്കാന്. എന്താണ്? ആത്മാക്കളെ സ്വർഗത്തിൽ ചലിപ്പിക്കുന്ന ഒരു ജീവിതാന്തസ്സാണ് പൗരോഹിത്യ സന്യാസ ജീവിതം. അതോടൊപ്പം തന്നെ കുടുംബ ജീവിതത്തിലേക്ക് ശാരീരികമായിട്ട് മക്കൾക്ക് ജന്മം കൊടുത്ത് മക്കളെ വളർത്തുക. നമ്മളെല്ലാവരും ചെയ്യുന്ന പണി മക്കൾക്ക് ജന്മം കൊടുക്കണ പണിയാണ്. അവരെ വളർത്തണം, അവരെ സ്വർഗത്തിൽ എത്തിപ്പിക്കണം, രക്ഷയിലേക്ക് നയിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ എല്ലാ അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്
കുടുംബത്തിൽ മക്കളുണ്ടാവണം. നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെയേറെ ലംഘിക്കപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, മക്കളില്ല. മക്കളുണ്ടാകുന്നത് എന്തോ ഒരു കുറവായിട്ട് തോന്നി. കർത്താവ് പറയാ, നിങ്ങൾ ഭൂമിയെ കീഴ്പ്പെടുത്താൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ദൈവത്തെ കൂടെ നിർത്താൻ ഈ വചനം അനുസരിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കണം. പക്ഷെ കർത്തവ്യം എന്ന് പറയട്ടെ, ഈ എന്താ പറയാ, സന്താനോൽപാദനം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്, ഇതൊക്കെ പെട്ടെന്ന് സ്വീകരിച്ചത് ഈ ക്രിസ്ത്യാനികളാണ്. ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവം പറഞ്ഞ വചനം വിട്ട്, കൽപ്പന വിട്ട്, ദൈവത്തെ വിട്ട് ഈ ലോകം പറഞ്ഞു, ലോകത്തിലെ അധികാരികൾ പറഞ്ഞു. അപ്പോഴേക്കും സന്താന നിയന്ത്രണത്തിലേക്ക് വന്നു, മക്കളില്ലാണ്ടായി. ദൈവത്തിന്റെ വചനം മാറ്റി നിർത്തി. അവിടെ തുടങ്ങി നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ നാശത്തിന്റെ, തകർച്ചയുടെ കാരണം. ഒന്ന്, ദൈവവചനം ലംഘിച്ചു. ഇതിന് പ്രായോഗികമായ വശമുണ്ട്. നമുക്കറിയാം, ഒരു വീട്ടില് 4 or 5 മക്കളുണ്ടെങ്കിൽ ആ മക്കൾ തമ്മിൽ സ്നേഹം, ഐക്യം മാത്രമല്ല ഒരു പ്രത്യേകമായൊരു ചൈതന്യമുണ്ട്. അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, അവർ കുടുംബത്തെ സഹായിക്കും, അനിയന്മാരെ സഹായിക്കും, അനിയത്തിമാരെ സഹായിക്കും, ഒരുമിച്ച് ഭക്ഷിക്കും. ഒരു കൂട്ടായ്മയുണ്ട്. ഇന്ന് 1 or 2 ഉള്ളൂ. ആ 2 സ്വാർത്ഥതയുടെ മക്കളാണ്. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്വാർത്ഥത, വാശി, വഴക്ക്, പിന്നെ ഒത്തിരിയേറെ മത്സരം, അസൂയ, അഹങ്കാരം, എന്ത് കിട്ടിയാലും മതി വരും. എന്നാൽ കുറെ മക്കളുണ്ടെങ്കിലോ അവർ അഡ്ജസ്റ്റ് ചെയ്തുള്ളത് കൊണ്ടൊക്കെ പങ്കുവെച്ച് കഴിക്കും. സ്നേഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാൻ ആളുണ്ട്. ഇന്ന് ആരന്വേഷിക്കും? അവനവന്റെ കാര്യം നോക്കി. പെങ്ങൾ ജീവിക്കുന്നു, ആങ്ങൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുള്ളൂ, അതങ്ങനെ ജീവിക്കും. അപ്പൊ അതുകൊണ്ട് മക്കൾ ജനിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കണം. ഇന്ന് അനേക മക്കൾ, നമ്മുടെ അനേക മക്കൾക്ക് കല്യാണമേ വേണ്ട. മക്കൾ ജനിക്കേണ്ടത് 127 സങ്കീർത്തനം 4-ാം വചനം പറയുന്നുണ്ട്, യൗവനത്തിൽ മക്കൾ ജനിക്കണം. അവരാണ് പടയാളിയുടെ അവനാഴിയിലെ അസ്ത്രങ്ങൾ പോലെ പവർഫുൾ ആയിരിക്കും യൗവനത്തിൽ മക്കൾ ജനിച്ചാൽ. ഇന്ന് നമ്മുടെ മക്കൾ മിക്കവാറും ജനിക്കുന്നത് യൗവനം കഴിഞ്ഞ് ഒരു മധ്യവയസ്കരൊക്കെ ആകുമ്പോഴാണ് മക്കൾ ജനിക്കുന്നത്. അപ്പോഴേക്കും അതിന്റെ ശക്തിയും പവറൊക്കെ പോയിരിക്കും മക്കളുടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ദൈവം കൃത്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം. അതിലൊക്കെ നമ്മുടെ കുടുംബത്തില് വീഴ്ച പറ്റി, തെറ്റുപറ്റി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം ഓർത്ത് നമ്മൾ മാപ്പ് ചോദിച്ച കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിന് വിരുദ്ധമായിട്ട് മറ്റൊരു സമൂഹം, അവരെ കല്യാണം കഴിക്കുന്നു, മക്കൾ ജനിക്കുന്നു, യൗവനത്തിൽ വിവാഹം കഴിക്കുന്നു, അവരുടെ മക്കൾ ജനിക്കുന്നു, അവര് സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകി ഭൂമിയിൽ നിറഞ്ഞാനെ കീഴ്പ്പെടുത്തുകയാണ്. ഈ വചനം നമ്മോട് ദൈവം പറഞ്ഞ വചനം, ഈ വചനം അനുസരിച്ച് മറ്റുള്ളവര് അനുഗ്രഹിക്കപ്പെടുമ്പോ, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം വിളിച്ച് തെരഞ്ഞെടുത്ത ദൈവജനം ഈ വചനം അനുസരിക്കാതെ തകർന്ന് അടങ്ങി ഒടുങ്ങിപ്പോകുന്ന ഒരു ഗതികേടാണ് ഇന്ന് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ആൾക്കാർക്ക് കല്യാണം വേണ്ട, പിള്ളേര് വേണ്ട, ഉണ്ടെങ്കിൽ തന്നെ 1 or 2 മതി. അതുപോലും വേണ്ടാത്ത രീതിയിൽ ജീവിക്കുന്ന അനേക മക്കൾ. ഇതൊരു വലിയ തെറ്റായിപ്പോയി. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് മക്കള് സ്വാർത്ഥതയിലും അനുസരണക്കേടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുസരണക്കേടിന്റെ ഒരവസ്ഥ കുടുംബത്തിലുണ്ട്. പിന്നെ ദൈവത്തിന്റെ വചനം വിട്ടാ പിന്നെ വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ വന്നുപോയ വീഴ്ചകൾ ഏറെയുണ്ട്. അതിനോടത്ത് മാപ്പ് ചോദിക്കാം. മാത്രമല്ല, നമ്മുടെ മക്കള് സമയത്ത് കല്യാണം കഴിക്കാനും അവർക്ക് ധാരാളം മക്കളുണ്ടാകാനും. ഇപ്പൊ എനിക്കറിയാം, ഇന്ന് ഒത്തിരിയേറെ യുവ ദമ്പതിമാര് കൂടുതൽ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഒത്തിരിയേറെ മക്കള്, അത് നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ നമ്മുടെ മക്കളെ ഒത്തിരി എനിക്കറിയാം. ഒത്തിരി മക്കളുള്ള ആ കുടുംബത്തില് സഹോദരന്മാർ തമ്മിൽ സ്നേഹം, മക്കൾ തമ്മിൽ സ്നേഹം, ഭയങ്കരമായ ഐക്യം, പങ്കുവെക്കല്, ഒരുമിച്ച് പ്രാർത്ഥന, ഒരു ഭയങ്കര ചൈതന്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ സംഖ്യ കുറഞ്ഞു പോകരുത്. അത് വലിയൊരു തകർച്ചയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് ഈ മേഖല വന്നുപോയ വീഴ്ചകളോട് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കും. കർത്താവിന്റെ വലിയ കരുണ ഈ ഉപേക്ഷയിലും ഈ പാപത്തിൽ വലിയ പാപമാണ്. അതിനോടത്തേക്ക് മാപ്പ് ചോദിക്കാം. ദൈവം തന്ന സന്താന പുഷ്ടി, അതിനുള്ള കഴിവ്, അതെല്ലാം ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ പോലെ വിനിയോഗിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും. അതിൽ വന്നുപോയ വീഴ്ചകളോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ മഹാകരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നമ്മെ സ്നേഹിക്കുന്നു, ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങൾ, മക്കള് കൂടുതൽ ജനിക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ.
നമ്മുടെ മക്കള് യൗവനത്തിൽ വിവാഹം കഴിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് മക്കൾ ഉണ്ടാകട്ടെ. മക്കളെ സ്വീകരിച്ച മക്കളെ വളർത്തുന്നതിൽ കഷ്ടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം, വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ ദൈവം പറഞ്ഞ പോലെ ജീവിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ തലത്തിൽ നമുക്ക് വന്ന വീഴ്ചകളെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ പോയതിന്റെ ഒരു ദുരന്തം, അതിൽ നിന്ന് വന്ന തോൽവി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് കർത്താവിന്റെ കരുണ അത് മാത്രമേ ഉള്ളൂ. ഇനി ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിലൂടെ കടന്നു വന്ന തകർച്ചകള്, നാശങ്ങള് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, തലമുറയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വിടുതലും മോചനവും ഈശോ നമുക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതം, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കേണ്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിൽ വന്നുപോയ വീഴ്ചകള്, കുറവുകള് ഏറെയാണ് കർത്താവെ. പ്രത്യേകിച്ചും മക്കൾ ജനിക്കേണ്ടതിനെ കുറിച്ചും വിവാഹം കഴിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ഒത്തിരിയേറെ പോരായ്മകളും കുറവുകളും വീഴ്ചകളും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണമേ. വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കള് വിവാഹം കഴിക്കാനും, മക്കൾ വേണ്ടെന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുവാനും, അവർക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനും, മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തുവാനും വേണ്ട ഒരു അഭിഷേകവും ഒരു തോന്നലും വചനമനുസരിക്കാനുള്ള കൃപയും നൽകി അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നിമിഷം നമുക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ യുവമക്കളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും മക്കളെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ദമ്പതിമാരുണ്ട്. അവരെല്ലാവരും സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്ത അതേ പാപം നമ്മുടെ കുടുംബത്തിലും കണ്ടിന്യൂ ചെയ്യും. അത് തുടർന്നുകൊണ്ടിരിക്കും. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. നീ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് വിതച്ചതാണോ അത് തന്നെ കൊയ്തുകൊണ്ടിരിക്കും. കർത്താവ് ഇതൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹിക്കട്ടെ മക്കളെ.